കേരള ബ്ലാസ്റ്റേഴ്സ് ISLൻ്റെ 8ാം സീസണിൽ ടീമിലേക്ക് എത്തിച്ച ഇന്ത്യൻ ഡിഫൻഡറാണ് ഹോർമിപാം റുയിവ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 8ാം സീസണിൽ അഥവാ അരങ്ങേറ്റ സീസണിൽ തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഒരു മികച്ച പങ്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മികച്ച ഒരു താരമായിരുന്നിട്ട് പോലും കഴിഞ്ഞ 2 സീസണുകളായിട്ട് താരത്തിന് ടീമിൽ അത്ര കണ്ട് അവസരം ലഭിക്കുകയോ അത്ര കണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ടോ പിന്നീട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഹോർമിപാം റുയിവയെ നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിക്കൊണ്ട് മറ്റേതെങ്കിലും ടീമിൻ്റെ ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിട്ടു നൽകുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സങ്കടം നൽകുമെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ ഡിഫൻസിൽ കുറച്ചും കൂടി നല്ല പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുവാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോഹൻ ബഗാനുമായിട്ടുള്ള സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ പരാജയത്തിന് ശേഷം കടുത്ത തീരുമാനങ്ങൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ പല താരങ്ങളുടെയും സ്ഥാനം തീർച്ചയാക്കുമെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല ഇന്ത്യൻ താരങ്ങളുടെയും പല ഫോറിൻ താരങ്ങളുടെയും ടീം വിടേണ്ടി വരുമെന്ന കാര്യം ഏകദേശം നിലവിൽ ഉറപ്പായിരിക്കുകയാണ്.